ഇന്ന് ലാവിഷായിട്ട് നല്ല മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് അയിലാണെങ്കിൽ മറ്റേൻ്റെ പേര് മേടിച്ചുകൊണ്ട് വന്ന ആൾ തന്നെ മറന്നുപോയി. അത് കാരണം എനിക്കും അറിയില്ല. അപ്പോഴത്തേ രണ്ടടപ്പിൽ ഞാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ക്യാബേജ് ഒന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി കടുകും സവാളയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം മഞ്ഞളും ഗരം മസാലയും മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അടപ്പിൽ അയിലയുടെ ചാള തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും അയില കഷ്ണങ്ങളും പെറുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മീനിൻ്റെ പേര് അമ്മേനോട് ചോദിച്ചപ്പോൾ ഒന്നെങ്കിൽ കടല അല്ലെങ്കിൽ പൂമീനായിരിക്കുമോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും കുടംപുളിയും ഇത്തിരി വെള്ളം കൂടി തിളപ്പിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ചാറും വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചാറൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടണം. ഇതിനധികം വേവില്ലാത്ത മീനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നേരിയ തീയിലിട്ട് ഒരിത്തിരി നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയും അയില തിളപ്പിച്ചതും ക്യാബേജും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.